Welcome back to my institution. ഇന്നൊക്കെ സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് RRB SSC IBPS അങ്ങനെ പല എക്സാംസിന് കോമ്പറ്റേറ്റീവ് എക്സാംസിനെല്ലാം ചോദിക്കുന്നതാണല്ലോ സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. ഇന്ന് നമുക്കത് നോക്കാം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതാണ്. കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യണം. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് വേണം. ഓക്കെ, തുടങ്ങാം. Question number 1. The interest is compounded annually and the CI compound interest. ഞാൻ CI കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന് വരെ ഷോർട്ടായിട്ട് എഴുതുകയാണ് കേട്ടോ. CI for 3 years at 10% per annum on a sum is rupees 331. Find the principal. P കാണണം. Compounded annually and the CI compound interest for 3 years at 10% per annum on a sum is rupees 331. CI ഫോർമുല എന്താ? P into 1 plus R by 100 the whole raised to n minus 1. ഇതാണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ കാണാനുള്ള ഫോർമുല. P into 1 plus R by 100 the whole raised to n minus 1. നമുക്ക് P ആണ് ഇവിടെ കാണേണ്ടത്. 1 plus R 10 by 100 the whole raised to 3 minus 1, that is 331. One zero cancel. P into 1 plus 1 by 10 the whole raised to 3 minus 1, that is 331. 10 plus 1 11 cube 1331. 10 cube 1000 minus 1. That is P into that is equal to 331. That is 1000. നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 331 by 1331 minus, that is 331. So answer is rupees 1000. Next question. Question number 2. A sum become twice in 8 years. Twice in 8 years. Twice in 8 years at some rate of SI. ഞാൻ SI എന്ന് എഴുതുന്ന ഷോർട്ടായിട്ട് സിമ്പിൾ ഇൻട്രസ്റ്റ് CI compound interest. It will become 4 times at the same rate of interest
സെയിം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇൻ ഡാഷ് ഇയേഴ്സ്. അതാണ് കാണേണ്ടത്. ക്വസ്റ്റ്യൻ, ഒരു സം 8 വർഷം കൊണ്ട് എന്താകും? അതിൻ്റെ ഡബിൾ ആവും, ട്വൈസ്, 2 ടൈംസ്. ഇപ്പോൾ 1000 ആണെങ്കിൽ 2000, 10,000 ആണ് 20,000. ഇറ്റ് വിൽ ബിക്കം 4 ടൈംസ്. അങ്ങനെയാണെങ്കിൽ അതേ റേറ്റിൽ 4 ടൈംസ് വരണമെങ്കിൽ എത്ര വർഷം എടുക്കും? ക്വസ്റ്റ്യൻ അതാണ്. നമുക്ക് സം പി ആയിട്ട് തന്നെ എടുക്കാം. ട്വൈസ് ഇൻ എന്ന് പറയുമ്പോൾ എമൗണ്ട് എത്രയാകും? 2p. അപ്പോൾ അവിടെ ഐ എന്ന് പറയുന്നത് 2p മൈനസ് പി. എമൗണ്ട് ട്വൈസ് ആകും സം എന്ന് പറയുന്ന കേസിലെല്ലാം. ഇൻട്രസ്റ്റും പ്രിൻസിപ്പിളും സെയിം ആയിരിക്കും. ഐ ഈസ് ഈക്വൽ ടു പി. ഇതിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ആർ കാണാം. ആർ ഈസ് ഈക്വൽ ടു, വി ക്യാൻ ഫൈൻഡ് ആർ ഈസ് ഈക്വൽ ടു 100 ഇൻറ്റു ഐ ബൈ പി എൻ. പി എൻ ആർ ഇവിടെ പി ടി എന്നും എഴുതാം വേണമെങ്കിൽ. 100 ഇൻറ്റു ഐ എന്താ? പി. പി ഇൻറ്റു ട്വൈസ് ആകുന്നത് എത്ര വർഷം കൊണ്ടാണ്? 8 വർഷം. 100/8 എന്ന് പറയുമ്പോൾ 25/2. ഇതേ റേറ്റ് തന്നെയാണ് ഇവിടെ. പക്ഷെ അവിടെ എത്ര ടൈംസ് വരണം? പ്രിൻസിപ്പലിൻ്റെ 4 ടൈംസ് വരണം അല്ലേ? ഈ എമൗണ്ട് എത്രയാണ്? 4p. ഈ കേസിൽ ഐ എന്താ? 4p മൈനസ് പി, 3p. Rate is equal to, n is equal to 100 ഇൻറ്റു ഐ. ഇവിടെ ഐ എത്ര കിട്ടി നമുക്ക്? 3p ബൈ പി ഇൻറ്റു റേറ്റ് കിട്ടിയല്ലോ, സെയിം റേറ്റാണ് 25/2. 2 goes to ന്യൂമറേറ്റർ. പി ക്യാൻസൽ, 25 100 ക്യാൻസൽ, 4 ഇൻറ്റു 2 8, 8 ഇൻറ്റു 3. ദാറ്റ് ഈസ് ആൻസർ ഈസ് 24 years. Third question. A sum of rupees 100 become rupees 121 in 2 years. At some rate, find R, rate of interest. ഇവിടെ a sum of rupees 200 become rupees 121 in 2 years at some rate. Rate of compound interest, rate of CA. CAയിൽ എമൗണ്ട് കാണാനുള്ള ഫോർമുല എന്താ? A is equal to P into 1 plus R by 100 the whole raised to N. That is P. 100 into 1 plus R by 100. ഇവിടെ N എത്രയാണ്? 2. That is equal to 121. ഓക്കെ, 100ന് ഇവിടെ ഡിവൈഡ് ചെയ്യാം. 1 plus R by 100 the whole square. That is equal to 121/100. അപ്പം ഇങ്ങനെ വരുന്ന കേസിൽ എപ്പോഴും ഇവിടെ ഇപ്പോൾ സ്ക്വയർ ആണ് വന്നിരിക്കുന്നത് അല്ലേ? അപ്പോൾ ഇത് ഏതെങ്കിലും പെർഫെക്റ്റ് സ്ക്വയർ ആണോ എന്ന് നോക്കണം. അപ്പോൾ ഇവിടെ ക്യൂബ് ആണെങ്കിൽ ഇത് ഏതെങ്കിലും ക്യൂബ് ആണോ നമ്മൾ ചെക്ക് ചെയ്യണം. ഇതിനെ നമുക്ക് എന്തെഴുതാം? 11/10 the whole square. ഇവിടെ എക്സ്പോണൻറ്റ് സെയിം ആയി, നമുക്ക് ബേസ് ഇക്വേറ്റ് ചെയ്യാം. So 1 plus R by 100 that is equal to 11/10. R by 100 is equal to 11/10 minus 1. 11 minus 10, 1. 1/10. നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? R is equal to 100 into 1/10. R is equal to 10%.
Question number 4. The simple interest on a certain sum. The simple interest on a certain sum at the rate of 4% per annum in 4 years is rupees 80 more than the SI on simple interest on the same sum at 5% after 3 years. Find the sum. ഇവിടെ പ്രിൻസിപ്പിൾ കാണും. ഒരു പ്രിൻസിപ്പിൾ എമൗണ്ട് നമുക്കറിയില്ല. അതിൽ 4% റേറ്റ് 4 ഇയേഴ്സിൽ നമുക്ക് ഇൻട്രസ്റ്റ് കുറച്ച് കിട്ടുന്നുണ്ട്. ആ ഇൻട്രസ്റ്റ് എന്താ പറയുന്നത് 5%-ൽ 3 ഇയേഴ്സിൽ എത്ര കിട്ടുന്നു അതിനേക്കാളും 80 റുപ്പീസ് കൂടുതലാണ്. ദിസ് ഇൻട്രസ്റ്റ് മൈനസ് ദിസ് ഇൻട്രസ്റ്റ് ഈസ് ഈക്വൽ ടു 80. ഫസ്റ്റ് കേസിൽ ഇൻട്രസ്റ്റ് എത്രയാണ് P ഇൻറ്റു 4 ഇൻറ്റു റേറ്റ് 4/100. ദിസ് ഇൻട്രസ്റ്റ് മൈനസ് P ഇൻറ്റു 5/100 ഇൻറ്റു 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 80. ഹൺഡ്രഡ് നോക്കാം, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 16p minus 15p is equal to 8000. So p is equal to 8000. Next question. At what rate of CI? CI compound interest. A sum will be (25/16) times of itself in 2 years. നമുക്ക് ഇവിടെ എന്ത് കാണണം റേറ്റ് കാണണം അല്ലേ. അറ്റ് വാട്ട് റേറ്റ് ഓഫ് CI എ സം വിൽ ബി 25/16 times of itself in 2 years. P into 1 plus R/100 the whole raised to 2. 25/16 P. PP cancel. 1 plus R/100 is equal to 5/4. So R/100 is equal to 5/4 minus 1. That is 1/4. Cross multiplication. R is equal to 100 into 1/4. That is 25%. Next question.
A sum of money was invested at a certain rate. At a certain rate for 2 years. Had it been invested at 3% higher rate, rate of interest, it would have fetched rupees 450 more. Find the sum. A sum of money was invested at a certain rate. ഒരു റേറ്റിന് ഇൻവെസ്റ്റ് ചെയ്യുന്നു 2 ഇയേഴ്സിലേക്ക്. Had it been invested at 3% higher rate, it would have fetched rupees 450 more. ഇപ്പോൾ നമ്മൾ ആദ്യം 10% ആണ് എങ്കിൽ സെക്കൻഡ് കേസിൽ 13% അല്ലേ. അപ്പോൾ ഫസ്റ്റ് കേസ് നമ്മൾ ജനറലായിട്ട് 6 എടുക്കുകയാണെങ്കിൽ സെക്കൻഡ് കേസിൽ എന്തായിരിക്കും റേറ്റ്? 6+3%. അങ്ങനെയാണെങ്കിൽ ഇൻട്രസ്റ്റ് എത്ര കൂടുതൽ കിട്ടും? 450 റുപ്പീസ് കൂടുതൽ കിട്ടും. നമുക്ക് റേറ്റ് 6% ആയിട്ട് എടുക്കാം. P ഇൻറ്റു R+3/100 ഇൻറ്റു ഇയർ 2 മൈനസ് P ഇൻറ്റു R/100 ഇൻറ്റു 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 450. ഇത് രണ്ടിൽ 100 ഉണ്ട്, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. P ഇൻറ്റു R+3 ഇൻറ്റു 2 മൈനസ് P ഇൻറ്റു R ഇൻറ്റു 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 4500. 450 ഇൻറ്റു 100 നമുക്ക് 2 ക്യാൻസൽ ചെയ്യാം. P ഇൻറ്റു R+3 മൈനസ് PR ഈസ് ഈക്വൽ ടു 225. PR plus 3P minus PR. So P is equal to divided by 3. 7,500. That is rupees 7,500. Next question. A principal amounts to rupees 520 in 5 years. And rupees 568 in 7 years. Find the principal. Find P. That's question. P plus I for 5 years. 520.
ഞാൻ എളുപ്പവഴി പറഞ്ഞുതരാം. ഞാൻ ജസ്റ്റ് ഒന്ന് പറയുകയാണ്. P plus I for 7 is 568. അപ്പം നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം? ഇതിൻ്റെ ഡിഫറൻസ് അങ്ങ് എടുക്കണം. ദിസ് മൈനസ് ദിസ്. ഇപ്പോൾ P പോവും. I for 2 years is equal to 520 568. I for 7 minus 5 എത്ര? 2. 2 years. That is equal to 48. 568 minus 520. I for 2 years. അപ്പോൾ ഇങ്ങനെ വരുന്ന കേസിൽ നിങ്ങൾ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ഡിഫറൻസ് അങ്ങ് എടുക്കുക. I for 2 years ഇതിൻ്റെ ഡിഫറൻസ്. ഇനി നമുക്ക് I for 1 year എത്രയായിരിക്കും? 48ൻ്റെ ഹാഫ് 24. നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. P പ്ലസ് I for 5 years എന്ന് പറയുമ്പോൾ എന്ത് വരും? 5 into 24. That is equal to 520. So P is equal to 520 minus 120. P is equal to 520 minus 120. That is answer is rupees 400. ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്തിട്ട് നമുക്ക് നോക്കാം. Question number 8. The difference between SI and CI, simple interest and compound interest, for 2 years. On a sum at 5% is rupees 6. Find the sum. First, difference between SI and CI. അല്ലേ? CI ആയിരിക്കുമല്ലോ എപ്പോഴും കൂടുതൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. സെയിം പ്രിൻസിപ്പിൾ, സെയിം റേറ്റ്, സെയിം ഇയർ. CI for difference between CI and SI എന്ന് പറയുമ്പോൾ 1P into 1 plus R by 100 the whole raised to n minus 1 minus PNR NR by 100. ഇതാണ് ഇതിൻ്റെ ഫോർമുല. ഇത് PNR by 100 എന്താ? സിമ്പിൾ ഇൻട്രസ്റ്റ്. ഇത് P into 1 plus R by 100 the whole raised to n minus 1 കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. ഇതാണ് ഡിഫറൻസ് ബിറ്റ്വീൻ CI ആൻഡ് SI. ഡിഫറൻസ് ബിറ്റ്വീൻ CI ആൻഡ് SI ഇതിൻ്റെ ഫോർമുല P into 1 plus R by 100 the whole raised to n minus 1 minus NR by 100. ഡിഫറൻസ് ബിറ്റ്വീൻ CI ആൻഡ് SI. ഇവിടെ 5% ടൈം 2 years. P into 1 plus 5 by 100 the whole square minus 1 5 into 2 by 100. That is equal to rupees 6. P into 5 by 100 1 by 20. 1 by 10. That is equal to 6. 20 plus 1 21. 21 into square 441. 400 minus 1. Taking LCM 400. 441. 400. 10 into 40. 1 into 40.
441 minus 441. Cross multiply എന്ത് കിട്ടും? P is equal to 2000. So answer is rupees 2400. നെക്സ്റ്റ് വേറൊരു ടോപ്പിക്കുമായിട്ട് ഇനി അടുത്ത വേറൊരു വീഡിയോ വരാം. നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണണം, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യണം. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് വേണം, നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണം. ഓക്കെ, താങ്ക് യു.